സംബന്ധിച്ചിടത്തോളം ഗോപികമാർ തന്റെ പരമഭക്തരാണ്. തന്നെ ഇത്രയും ആശ്രയിക്കുന്ന ഭക്തർക്ക് ഒരു ദുർഗതിയില്ലാത്ത സദ്ഗതി ഉണ്ടാകണം എന്നുള്ളതും ഭഗവാന്റെ ഒരു കടമയാണ്. ആ സദ്ഗതി അവർക്ക് ലഭിച്ചില്ലെങ്കിൽ നാളെ സമൂഹം തന്നെ ചിന്തിക്കില്ലേ, ഭഗവാനെ ഇത്രയും ആശ്രയിച്ച് എപ്പോഴും കൃഷ്ണ 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 എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെയും മക്കളെയും പോലും ശ്രദ്ധിക്കാതെ കൃഷ്ണനെ ശ്രദ്ധിച്ച് നടന്നിട്ട് നിങ്ങൾ എന്തേ ഇങ്ങനെയായി പോയത് അല്ലേ? ഒരു ചോദ്യം സാധാരണഗതിയിൽ എപ്പോഴും ഉണ്ടാവാമല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഈ ചോദ്യം ഉണ്ടാവും. എല്ലാ കാലത്തും ഇതുപോലെയുള്ള ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് മാത്രമാണ് ഇങ്ങനെ ചോദിക്കുന്ന ഈ വളഞ്ഞ ചോദിക്കുന്നവരുള്ളത് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാ കാലത്തും ഉണ്ട്. ഭഗവാന്റെ കാലത്തും ഉണ്ടായിരുന്നു. കൃഷ്ണന്റെ കാലത്ത് യഥാർത്ഥ കൃഷ്ണൻ ദേവകിയുടെ പുത്രനല്ല ഞാനാണ് എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ വേഷം കെട്ടി അല്ലേ, കൃത്രിമമായി കൈകൾ തടി കൊണ്ടുണ്ടാക്കി ഗരുഡനെ കൃത്രിമമായി പണിഞ്ഞ് യന്ത്രഗരുഡന്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് ഞാനാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് അവകാശപ്പെട്ട പ്രൗഢക വാസുദേവന്റെ കഥ നമ്മൾ ഭാഗവതത്തിനകത്തുണ്ട്. എന്താ കാരണം? എല്ലാ കാലത്തും ശരിയായതിനെ അറിയാതെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്കൊരു ചോദ്യമല്ലേ ഗോപികമാരോട് ചോദിച്ചുകൂടെ? ഗോപികമാരെ, നിങ്ങൾ ഇത്രയും വലിയ കാരുണ്യവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ച് കൃഷ്ണന്റെ പുറകിൽ നടന്നു ഇല്ലേ? കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് എവിടെ പോയി? ദ്വാരകയിലേക്ക് പോയി. ദ്വാരകയിൽ പോയി കൃഷ്ണൻ രാജാവായി. നിങ്ങളെ മുഴുവൻ പറ്റിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ആരോടുള്ള അതാണ്? ഭഗവാനോടുള്ള അവിശ്വാസത്തിന് കാരണമായി മാറും. അതും ഉണ്ടാകരുത്. അത് മാത്രമല്ല, തന്നെ ആശ്രയിക്കുന്ന ഒരാളെയും ഭഗവാൻ കൈവിടില്ല. ഇവിടെ നമുക്കറിയാം കാളിയൻ വളരെ ദുഷ്ടനായിരുന്നു. ആ കാളിയൻ പോലും തന്നെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ ആശ്രയിക്കപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുക എന്നത് ഈശ്വരന്റെ ഒരു ഗുണമാണ്. നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അവിടെയാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ യോഗക്ഷേമം വഹാമ്യഹം. ഹേ അർജുന, പരിപൂർണമായും എന്നെ ആശ്രയിച്ചാൽ നിന്റെ സർവ്വ സുഖദുഃഖങ്ങളും പിന്നീട് ഞാൻ തന്നെ ശ്രദ്ധിച്ചു കൊള്ളാം. ഒരു കുഞ്ഞിനെ അമ്മ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൃത്യമായി ഈശ്വരൻ നമ്മളെ പരിപാലിക്കും. എപ്പോഴാണ്? നമ്മൾ നിഷ്കളങ്ക ഭാവത്തിലെത്തണം. ഒരു കുഞ്ഞിന്റെ പ്രത്യേകത എന്താ? കളങ്കമുള്ളതാണോ നിഷ്കളങ്കമാണോ? നിഷ്കളങ്കമാണ് അല്ലേ? കുഞ്ഞുങ്ങളുടെ മനസ്സ് എപ്പോഴും നിഷ്കളങ്കമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയും കുഞ്ഞുങ്ങൾ ഈശ്വരന്മാരാണ്. മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങൾ ഈശ്വരന്മാരാണ്. പക്ഷെ വളർന്നു വരുമ്പോൾ നമ്മൾ ആരായി മാറില്ല? അസുരന്മാരായി മാറും. എന്താ കാര്യം? ആവശ്യമില്ലാത്തതൊക്കെ ചേർത്ത് പിടിച്ച് അല്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മൾ പതുക്കെ പതുക്കെ നന്നാവുകയാണോ നശിക്കുകയാണോ? നശിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാലും നല്ല അവസ്ഥയിൽ നിന്ന് നമ്മൾ പലപ്പോഴും അറിയാതെ പല കാര്യങ്ങളിലും പെട്ട് നമ്മൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തപ്പെടും. അതിൻ്റെ ദുഃഖമാണ് നമ്മൾ പിന്നെ അനുഭവിക്കുന്നത്. അത് നമ്മൾ ഭഗവാനെ എന്തിനാ എന്നെ കഷ്ടപ്പെടുത്തുന്നത്? കഷ്ടപ്പെടുത്താനുള്ള കാരണം മുഴുവൻ ഉണ്ടാക്കി വെച്ചതാരാ? അല്ലേ? വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന മകനോട് അമ്മ പറഞ്ഞു, മോനെ സൂക്ഷിച്ച് നടക്കണേ എന്ന് പറഞ്ഞു. കേൾക്കാതെ ചാടി ഇറങ്ങി കാല് വന്നൊരു കല്ലിൽ തട്ടി മുറിഞ്ഞപ്പോ അയ്യോ ഈ കല്ലാണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കല്ല് പണ്ടുകൂടെ ഉണ്ടാവാം, ഒരുപാട് പേര് നടന്നിട്ടുണ്ടാവും ഇല്ലേ? പക്ഷെ അന്നൊന്നും തട്ടിയിട്ടില്ല. എന്താ കാര്യം? നടക്കുന്നവന് ശ്രദ്ധയുണ്ടായിരുന്നു, അതുകൊണ്ട് തട്ടിയിട്ടില്ല. ഇതുപോലെ ജീവിതത്തിൽ കല്ലും മുള്ളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ശ്രദ്ധയുണ്ടെങ്കിൽ, കൃത്യമായ ബോധമുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കും. അതായത് അതിന് നമ്മൾ കല്ലിനെ കുറ്റം പറയുന്നത് പോലെയാണ് നമ്മുടെ കാര്യം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും. ശരിയല്ലേ? നമ്മൾ നമ്മളിലേക്കൊന്ന് വരച്ചുകൊണ്ടാണ് നമ്മുടെ കാര്യം കൃത്യമാക്കി ബാക്കിയൊക്കെ ഈശ്വരൻ വേണ്ടതാണെങ്കിൽ താൻ വാദി ദൈവം വാദി, ബാക്കിയൊക്കെ ഭഗവാൻ കൃത്യമാക്കി തരുമെന്ന കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. വിശ്വാസം ഉള്ളപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ഒരു കുട്ടിക്ക് വീട്ടിൽ നിന്ന് രാത്രി കാലത്ത് പുറത്തിറങ്ങാൻ പ്രയാസം. അമ്മ പറയുകയാണ്, മോനെ അടുത്ത വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വാങ്ങിയിട്ടോ വരാൻ പറഞ്ഞു. കുട്ടി പറയും, അമ്മ എനിക്ക് രാത്രിയാണ് പറ്റത്തില്ല എന്ന് പറയും. അമ്മ പറയും, ഞാൻ ഈ വാതിലിൻ്റെ അടുത്ത് നിന്നോളാം, നിന്നെ ഞാൻ നോക്കിക്കോളാം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യും? ഒരു ടോർച്ച് എടുത്തോണ്ട് വാതിലിൻ്റെ അടുത്ത് വെച്ച് വെട്ടം അടിച്ച് തരും. ആ കുട്ടിയുടെ ധാരണ, കുട്ടിയുടെ ബലം എന്താ? അമ്മ അവിടെ നിന്ന് തന്നെ നോക്കുന്നുണ്ട്, ടോർച്ചിന്റെ വെട്ടവും ഉണ്ട്. അമ്മ അത്യാവശ്യത്തിന് അകത്തോട്ട് പോകണം. പക്ഷെ അമ്മ എന്ത് വിചാരിച്ചു? അകത്തോട്ട് പോകുമ്പോൾ ഈ വെട്ടമൊക്കെ ഇട്ട് ഭയക്കും. അമ്മ എന്ത് ചെയ്യും? ബുദ്ധിപൂർവ്വം അവിടെ ഉണ്ടായിരുന്ന ഭിത്തിയുടെ പുറത്ത് അമ്മ ആ ടോർച്ച് അല്ലെങ്കിൽ ഒരു കസേരയ്ക്കകത്ത് അതേ കണക്കിനങ്ങ് വെച്ചു. അമ്മ അകത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ കുട്ടി പോയി തിരിച്ചു വരുമ്പോഴും ഇവന്റെ വിശ്വാസം എന്താ?
അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അവനിൽ ആ ഭയമുണ്ടോ? മനസ്സിലായില്ലേ? അവൻ ആ കാര്യം ചെയ്യാൻ പ്രാപ്തന. ഇതാണ് വിശ്വാസത്തിന്റെ ബലം എന്ന് പറയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അമ്മ നമ്മളെ ചതിച്ചതല്ല. അമ്മയ്ക്ക് എന്തോ അത്യാവശ്യം വന്നാൽ അതുകൊണ്ട് പോയപ്പോഴും ആ ഒരു വെളിച്ചമുള്ളപ്പോൾ അമ്മയുടെ അഭാവത്തിൽ പോലും വിശ്വാസം കൊണ്ട് നമുക്കൊരു ബലം, ഒരു ധൈര്യം വന്നു. അപ്പൊ ജീവിതത്തിന് എപ്പോഴും നമുക്കൊരു ശുഭാപ്തി വിശ്വാസം, ഈശ്വരൻ നമ്മുടെ ഒപ്പമുണ്ട് എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നമ്മുടെ മനോബലം വർദ്ധിപ്പിക്കും. മനോബലം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടക്കാൻ കഴിയും. ഒരു പ്രതിസന്ധിയും സ്ഥിരമല്ല. ആണോ? ഏതെങ്കിലും ഒരു ദുഃഖം സ്ഥിരമാണോ? അല്ല. എല്ലാ ദുഃഖവും സ്ഥിരമല്ല. അതുപോലെ തന്നെ സുഖവും സ്ഥിരമല്ല. അല്ലേ? മുൻപോട് പകലും രാത്രിയും എന്നതുപോലെയാണ്. പകലും ഉണ്ടാവും, പകൽ കഴിഞ്ഞാൽ രാത്രി ഉണ്ടാവും, രാത്രി കഴിഞ്ഞാലോ വീണ്ടും പകൽ വരും. ഇതുപോലെയാണ് സുഖദുഃഖങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ മനസ്സുകൊണ്ട് സുഖം വരുമ്പോൾ അഹങ്കരിക്കാനും പാടില്ല. മനസ്സിലായില്ലേ? പ്രമോദത്തിനും പാടില്ല. ദുഃഖം വരുമ്പോൾ പൂർണ്ണമായും തളർന്ന് പരാജയപ്പെട്ടു പോകാനും പാടില്ല. ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ മനോബലം, ആ മനോബലത്തിലെയാണ് വിശ്വാസം കൊണ്ട് ഭഗവാനുമായി ചേർക്കേണ്ടത്. ഇവിടെ ഗോപികമാരുടെ മനസ്സിനെ രൂപപ്പെടുത്തലാണ് ഭഗവാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഗോപികമാർക്ക് വെണ്ണാവഹരണത്തിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ താൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന ബോധം ആര് പകർന്നു? ഭഗവാൻ പകർന്നു. ഇനി രണ്ടാമതായി ഭഗവാൻ ഉദ്ദേശിക്കുകയാണ് ഇവരെ ദേഹാഭിമാന ബോധത്തിൽ നിന്ന് മുക്തരാക്കണം. ഞാൻ ഈ ശരീരമാണെന്ന ബോധമാണ് അജ്ഞാനത്തിന്റെ അടിസ്ഥാനം. മനസ്സിലായില്ലേ? ഈ ശരീരമല്ല ഞാൻ. ശരീരം എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയമായി ഉണ്ടായതാണ്. നാളെ എന്ത് ചെയ്യും? ഇല്ലാണ്ടാവും. നിങ്ങൾ 5 വയസ്സുള്ളപ്പോഴും പറയും ഞാൻ ചെല്ലമ്മയാണ്, അല്ലെങ്കിൽ ലക്ഷ്മിക്കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഗോപാലകൃഷ്ണനാണെന്ന്. നിങ്ങളുടെ താരങ്ങൾ ചോദിക്കുക ആരാ? ഞാൻ ഗോപാലകൃഷ്ണ, പേര് പറയും ഇല്ലേ? 25 വയസ്സിൽ നമ്മൾ പറയും ഞാൻ ഗോപാലകൃഷ്ണനാണ്. 50 വയസ്സിൽ നമ്മൾ ചോദിച്ചാൽ പറയും ഗോപാലകൃഷ്ണനാണ്. 75 വയസ്സിലും ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഗോപാലകൃഷ്ണൻ ആണ്. ശരിയല്ലേ? ഈ 5 വയസ്സിലുള്ള ഗോപാലകൃഷ്ണന്റെ രൂപമോ ഭാവമോ ആണോ 25 വയസ്സിൽ? ആണോ? 5 വയസ്സിലുള്ള ഗോപാലകൃഷ്ണ പടവും 25 വയസ്സിലുള്ള ഗോപാലകൃഷ്ണ പടവും രണ്ടും കൂടെ എടുത്ത് മുമ്പിൽ വെച്ചാൽ ചിലപ്പം പെട്ടെന്ന് ചിലർക്ക് അവരെ അറിയാവുന്നവർക്ക് അറിയാം, തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാൻ പറ്റും. അല്ലാതെ ഇതുവരെ കാണാത്ത ഒരാളിനെ എടുത്ത് വെച്ച് ചിത്രം കാണിച്ച് അവർ പറയും ഇത് രണ്ടുപേരാണെന്ന് തോന്നുന്നു, ഉറപ്പിച്ചു പറയും ചിലപ്പോൾ. ഇല്ലേ? ഒരു സാമ്യം പോലും കാണില്ല. രൂപത്തിൽ പോലും ഒരു സാമ്യമല്ല, സ്വഭാവത്തിലും കാണില്ല. കാണുമോ? 50 വയസ്സാകുമ്പോൾ അതേണക്കായിരിക്കുമോ? മാറ്റം വരും. അപ്പൊ ഈ മാറ്റങ്ങൾ മുഴുവൻ നമ്മൾ വിചാരിക്കുന്നു നമ്മളാണ് എന്ന് വിചാരിക്കുന്നതിൽ പോലും നമ്മുടെ ശിശുഭാവം മരിച്ച് ബാല്യം വന്നു. അല്ലേ? ശൈശവം വന്നു. ശൈശവം മരിച്ച് ബാല്യം വന്നു. ബാല്യം മരിച്ചിട്ടല്ലേ കൗമാരപ്രായം വന്നത്? കൗമാരപ്രായം മരിച്ചിട്ടല്ലേ യൗവനം വന്നത്? അല്ലേ? നഷ്ടപ്പെട്ടിട്ടില്ലേ? യൗവനം നഷ്ടപ്പെട്ടിട്ടല്ലേ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഓരോ സമയത്തും ഓരോ ഘട്ടത്തിൽ തന്നെ നമ്മൾ അറിയാതെ നമ്മളിൽ നമ്മുടെ രൂപഭാവങ്ങൾ പോലും മരിച്ചു മാറുന്നുണ്ട്. മരിക്കാന്ന് വെച്ചാൽ മറഞ്ഞു പോവുക, നഷ്ടപ്പെട്ട് പോയി മാറ്റം വരുന്നുണ്ട്. നാളെ ഈ ശരീരം എന്താവും? അത് മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുന്ന വസ്തുവിനെ നിലനിർത്താൻ വേണ്ടി മാത്രം നമ്മൾ പരിശ്രമിക്കുകയും യഥാർത്ഥത്തിൽ നമ്മളെന്ന് പറയുന്ന ഭാവത്തെ നിലനിർത്തുന്ന ആത്മബോധത്തെ അറിയാതിരിക്കുകയും ചെയ്യുന്നതാണ് അജ്ഞാനം. അവിടെയാണ് ദേഹാഭിമാന ബോധം എന്ന് പറയുന്നത്. ദേഹാഭിമാന ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ ഞാൻ എന്നതിനെ അറിയാതെ ഈ ശരീരമാണ് ഞാനെന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ ശരീരമാണ് ഞാനെന്ന് വിചാരിക്കുമ്പോൾ ആ ശരീരത്തെ നിലനിർത്തുന്നത് എന്താണെന്ന് അറിയില്ല എങ്കിൽ ആ അറിവ് തെറ്റാണ്. ഇപ്പൊ ഇവിടെ ഈ ബൾബ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഈ ബൾബ് തൂക്കിയിട്ടിരിക്കുന്നതിനുള്ളിൽ കറണ്ടും ഇല്ല, ആ ബൾബ് പ്രകാശിക്കുന്നുമില്ലെങ്കിൽ ഈ ബൾബ് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ഉണ്ടോ? ഈ ബൾബാണ് എല്ലാം എന്ന് പറയാൻ പറ്റുമോ? വെട്ടമുണ്ടെങ്കിൽ നമ്മൾ പറയും പ്രകാശം ആ ബൾബ് നല്ല പ്രകാശമാണ് പറയും. ഈ വെട്ടം എന്ന് പറയുന്ന ഈ വൈദ്യുതി ഇതിൽ വന്നില്ല എങ്കിൽ, ആ വൈദ്യുതി വന്നാലും ഇത് പ്രകാശിക്കുന്നില്ല എങ്കിൽ ഈ ബൾബിന്റെയും ഊരിക്കളയും. അത് മനസ്സിലായില്ലേ? അപ്പൊ ഈ ബൾബ് എന്ന് പറയുന്നത് ദേഹമാണെങ്കിൽ അതിനെ പ്രകാശിപ്പിച്ച് ആ ബൾബിന്റെ ഗുണത്തെ പ്രകടിപ്പിക്കുന്ന വൈദ്യുതിയാണ് ആത്മാവ്. നമ്മുടെ ഈ ശരീരം, ഇത്രയും പ്രായമായ നമ്മുടെ ശരീരം ഇതുപോലെ ചീഞ്ഞളിഞ്ഞ് കൃമിജാലങ്ങൾ കൊണ്ട് നിറയാതെ ദുർഗന്ധമില്ലാതെ നിലനിർത്തുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ജീവനാണ്, ആത്മാവാണ്. ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുറെ സമയം കഴിയുന്തോറും നമ്മുടെ ശരീരം എന്തായിക്കൊണ്ടിരിക്കും? ദുർഗന്ധമായിക്കൊണ്ടിരിക്കും. ഇല്ലേ?
നമ്മൾ അടിച്ച ഏതെങ്കിലും സ്പ്രേയോ, നമ്മൾ പണ്ട് കാലത്തോട്ട് തേച്ച് കുളിച്ച സോപ്പോ, നമ്മൾ കഴിച്ച ഭക്ഷണമോ എന്തെങ്കിലും ഇതിൻ്റെ ഈ ദുർഗന്ധത്തെ തടയാൻ സാധിക്കുമോ? സാധിക്കില്ല. അതിങ്ങനെ ദുർഗന്ധമായി അത് തനിയെ തന്നെ കൃമിജാലങ്ങൾ കൊണ്ട് പെരുകി കൊഴുത്ത് ജീർണിച്ച് ഇല്ലേ. ഇങ്ങനൊന്നും ഞങ്ങളെ മുഖത്ത് നോക്കി പറയല്ലേ. ഞങ്ങളിങ്ങനെ കൊണ്ട് നടക്കുക രാവിലെയും വൈകുന്നേരവും ഒക്കെ എല്ലാവിധമായിട്ടുള്ള ചാന്തും പൊട്ടും ഒക്കെ ഇട്ട് അല്ലേ. അങ്ങനെയല്ല, യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക. അപ്പൊ ഈ ശരീരവും ആ നിലയിലേക്ക് ആവാതിരിക്കുന്നത് ആരുള്ളിലുള്ളത് കൊണ്ടാണ്? ഈ ജീവൻ ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ ജീവനാണ് ഞാനെന്ന് പറഞ്ഞത്. അപ്പൊ ദേഹാഭിമാന ബോധം പോയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ആത്മബോധത്തെ അറിയാൻ നമ്മൾ പരിശ്രമിക്കൂ. ഇവിടെ ഗോപികമാരും ദേഹബോധത്തിൽ ജീവിക്കണമോ അതോ ആത്മബോധത്തിലേക്ക് ഉയരണമോ? ഏതാ വേണ്ടത്? ആത്മബോധത്തിലേക്ക് ഉയരണം. കാരണം ഭഗവാനെ അറിയാൻ വേണ്ടി ജനിച്ചവരാണ് ഗോപികമാര്. ഗോ എന്ന ശബ്ദം അറിവെന്നാണ്. അപ്പൊ അറിവിനെ തേടി പിറന്നവരാരോ അവര് ഗോപിക. മനസ്സിലായില്ലേ? അറിവിലേക്ക് ചേരാൻ വേണ്ടി ജനിച്ചവർ ഗോപകുമാരന്മാര്, അറിവ് പകർന്നു കൊടുത്തവൻ ഗോപാലകൃഷ്ണൻ, അറിവിനെ ഉയർത്തിയവൻ ഗോവർദ്ധന ഉയർത്തിയവൻ ഗോവിന്ദൻ. മനസ്സിലായില്ലേ? ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ എന്താ? അറിവാണ്. അപ്പൊ അത് പർവ്വതത്തെ പോലെ എന്തിനാ ചിത്രീകരിച്ചിരിക്കുന്നത്? അറിവ് ചെറുതല്ല, അറിവ് വലുതാണ്. വലിയ പ്രതീകത്തിന്റെ പർവ്വതം എന്ന് പറഞ്ഞാൽ ചെറുതാണോ? വളരെ വലുതാണ്. അപ്പൊ വലിപ്പമുള്ള വസ്തു ആ വലിപ്പത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ്. നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വലിപ്പമുണ്ട് ഏതിന്? ജ്ഞാനത്തിന്, അറിവിന് എന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ് വലിപ്പമുള്ള പർവ്വതത്തെ ഭഗവാൻ ഉയർത്തി എന്ന് കഥയിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം നമ്മൾ എടുക്കുന്നത് എന്താ? അറിവ്, ജ്ഞാനത്തെ ഉയർത്തണം ജീവിതത്തിൽ. എന്തിനെ? പ്രതിസന്ധികളെ കടക്കാൻ. ഇന്ദ്രൻ പെരുമഴയായിട്ടല്ലേ വന്നത്? പ്രതിസന്ധി സൃഷ്ടിക്കാൻ അല്ലേ? പെരുമഴയായിട്ടും വെള്ളപ്പൊക്കവും ഇടിയൊക്കെ ആയിട്ട് വന്നപ്പോൾ പ്രതിസന്ധിയാണ്. പ്രതിസന്ധികളെ കടക്കാൻ. ഇവിടെ ഏത് പ്രതിസന്ധി? നമ്മൾ പുറമേ നിന്നുള്ള പ്രതിസന്ധിയല്ല, നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സ് തന്നെ ചില സമയത്ത് ആവശ്യമില്ലാത്ത വിഷയങ്ങളെയൊക്കെ നമ്മുടെ ഉള്ളിൽ ചിത്രീകരിച്ച് അല്ലേ പല കാര്യങ്ങളെയും പലതരത്തിലുള്ള ധാരണയും തെറ്റിദ്ധാരണയും ഒക്കെ ഉണ്ടാക്കുന്ന ജോലി ആർക്കുണ്ട്? മനസ്സിനുണ്ട്. പഞ്ചക്ലേശ സ്വരൂപമാണ് മനസ്സിൻ്റെത്. മനസ്സൊരു വലിയ പഠന വിഷയമാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ഏതാ ജീവിതത്തില്? ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ഏതാ? കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സമ്മാനം ഇപ്പൊ തരാം. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ഏതാ? ചോദ്യമോ? ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം. സമയം കഴിയാറായി, പെട്ടെന്ന് പറഞ്ഞാൽ സമ്മാനം തരാം. യജ്ഞശാലയിൽ നിന്ന് ഒരു ചെറു പൂവാണെങ്കിൽ ഒരു സമ്മാനമായി കിട്ടുകയാണെങ്കിൽ ഭഗവാന്റെ കടാക്ഷമാണ്. സമ്മാനത്തിന് വേണ്ടിയല്ല, എങ്കിലും ഇനി ഞാൻ ഉത്തരം പറയാം. മനസ്സിലായോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ചോദ്യം. മനസ്സിലായി? ഞാൻ തന്നെ ഈ യജ്ഞശാലയിൽ നിന്ന് എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ചോദിച്ചിട്ടില്ലേ? കുട്ടിക്കാലം തൊട്ടേ നിങ്ങളോട് നിങ്ങളുടെ അച്ഛനും അമ്മയും ചോദിക്കും, പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ചെയ്യും, മനസ്സിലായോ? ഇങ്ങനെ പഠിക്കണം, മനസ്സിലായോ? സ്കൂളിൽ ചെന്ന് അധ്യാപകൻ ചോദിക്കും, മനസ്സിലായോ? കടയിൽ ചെന്നൊരു സാധനം ചോദിച്ചു ബാക്കി എന്നിട്ട് ചോദിക്കും, കണക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? ചോദിക്കില്ലേ? കടയിൽ പോയി സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് പറഞ്ഞു തരുമ്പോൾ അമ്മ ചോദിക്കില്ല, എല്ലാം മനസ്സിലായോ നിനക്ക്? അതൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കേട്ടുള്ള ചോദ്യമാണ് മനസ്സിൽ ആയോ. ഈ ആയോ എന്ന് ചോദിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിനുള്ളിൽ ആവണമെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു വസ്തു യഥാർത്ഥത്തിലുണ്ടോ? ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സെന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ? ഒരു വസ്തു ഉണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ആ വസ്തുവിനൊരു രൂപം ഉണ്ടാവണം, ആ വസ്തുവിന് കൃത്യമായ ഒരു സ്വഭാവം ഉണ്ടാവണം, ആ വസ്തുവിന് കൃത്യമായ ഒരു സ്ഥാനം ഉണ്ടാവണം. ഇത് ഏതെങ്കിലും മനസ്സിലുണ്ടോ? രൂപമില്ല, സ്ഥാനമില്ല, കൃത്യമെന്ന് പറയുന്ന ഒരു സ്വഭാവമില്ല. ഏത് സമയത്ത് ഏത് സ്വഭാവത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ മനസ്സ് എന്നത് യഥാർത്ഥത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് ധരിച്ച് അതിനെ ഉള്ളതായി ചിന്തിച്ച്, മനസ്സിലായില്ലേ, നമ്മൾ ആ കാര്യത്തിൽ പെടുന്നതിനെയാണ് മനസ്സിൽപ്പെട്ട് കറങ്ങുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഇവിടുന്ന് പ്രകാശം അടിക്കുന്നത് കൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ടാവും? നിഴലുണ്ടാവും അല്ലേ? യഥാർത്ഥത്തിൽ ഈ പ്രകാശം ഇല്ലാണ്ടായാലും നിഴലൂടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ എന്തിനെ ആശ്രയിച്ചിട്ടാണ്? പുറമേയുള്ള ഒന്നിനെ ആശ്രയിച്ച് രൂപപ്പെടുന്നതാണ് ആ നിഴല്. അതിനെ പ്രാതിഭാസികം എന്ന് പറയും.
പ്രാതിഭാസിക സത്യം. ഒന്നിനെ ആശ്രയിച്ച് രൂപപ്പെടുന്നതും ആശ്രയിക്കപ്പെടുന്നതും ഇല്ലാണ്ടായാൽ മാറ്റം വരുന്നതുമായ സത്യത്തെയാണ് പ്രാതിഭാസിക സത്യം എന്ന് പറയപ്പെടുന്നത്. ഇവിടെ പ്രാതിഭാസികം എന്ന് പറയുന്നത് ചിന്തകളെ ആശ്രയിച്ച് രൂപപ്പെടുന്ന, ബുദ്ധിയിൽ ഉയരുന്ന ചിന്തകളെ ആശ്രയിച്ച് രൂപപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന വിഷയങ്ങളെ ആശ്രയിച്ച് രൂപപ്പെടുന്നതും വിഷയങ്ങൾ രഹിതമാണെങ്കിൽ ഇല്ലാതാകുന്നതുമാണ് ഏത്? മനസ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, മണക്കുന്നു, രുചിക്കുന്നു, സ്പർശിച്ചറിഞ്ഞു എന്നുള്ള ഈ അനുഭവങ്ങൾ ഇല്ലാണ്ടായാൽ ആ നിമിഷം മനസ്സില്ലാണ്ടായി. പറഞ്ഞ ആശയം മനസ്സിലായോ? മനസ്സില്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ മനസ്സ് ലയിക്കുക, ഏതിൽ? ബുദ്ധി ബോധത്തിലേക്ക് ലയിക്കുക. അപ്പൊ മനസ്സെന്ന് പറയുന്ന പുറമേയുള്ള അകത്ത് യഥാർത്ഥ കാഴ്ചയെ മറയ്ക്കുന്നത് പോലെയാണ് മനസ്സ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ നാടകം നടക്കുകയാണ്. കർട്ടൻ ഇട്ടിട്ടാണോ നാടകം കളിക്കുന്ന? കർട്ടൻ മാറ്റിയിട്ടാണോ? കർട്ടൻ ഉയർത്തിയിട്ടാണ് അല്ലേ? കർട്ടൻ ഇട്ട് വെക്കുന്ന സമയം വരുന്നതുകൊണ്ട് സ്റ്റേജിൽ അകത്തെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. നാടകം നടന്നാലും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റില്ല. എന്തൊക്കെയാണ് നടക്കുന്നറിയാം, വ്യക്തത ഇല്ലാതായി പോകും. ഇതുപോലെയാണ്, കർട്ടനെ പോലെയാണ് മനസ്സെന്ന് പറയുന്നത്. ശരിയായ കാഴ്ചയെ ശരിയായ വസ്തുബോധത്തിന്റെയും ശരിയായ നിലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലോ മാറ്റി അവതരിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ കർട്ടന്റെ പുറകിൽ നിന്നുകൊണ്ട്, ഇപ്പൊ നാടകം നടക്കുന്നത് ഒരു കർട്ടന്റെ പുറകിൽ നിന്നുകൊണ്ട് നാടകത്തിൽ അഭിനയിക്കുകയാണ്. ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ റോൾ അഭിനയിക്കണം. കർട്ടൻ ഉയർത്തുകയാണെങ്കിൽ എന്തായാലും ഒരു 15 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിക്കല്ലേ ആ റോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ആണോ? അല്ലേ? കർട്ടൻ ഇട്ടിട്ടാണെങ്കിൽ വേണമെങ്കിൽ 65 വയസ്സ് ചെയ്യുന്ന ആണെന്ന് വേണമെങ്കിൽ പെൺകുട്ടിയുടെ റോൾ അഭിനയിച്ചൂടെ, വെറുതെ ശബ്ദം കൊണ്ട്? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള കാപട്യത്തെ സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരു മറയെ പോലെ നിൽക്കുന്നതാണ് മനസ്സ്. പച്ച ക്ലേശങ്ങളോട് കൂടിയതാണ് മനസ്സ്. മനസ്സിനെ കുറിച്ച് വളരെ സുന്ദരമായ ഒരു കവിത തുര്യാമൃതാനന്ദപുരി എന്ന് പറഞ്ഞൊരു സ്വാമിജി എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ രസകരമായ വേദാന്ത കവിതയാണ്. അതിലെ ഒരു സ്റ്റാൻസ മാത്രം പറഞ്ഞാൽ നമുക്ക് വളരെ രസകരമായി തോന്നും. മനസ്സിലാവിൽ ഒരിക്കലും തൻ മനസ്സു മാറായിൽ മനസ്സുമായി നിറച്ചു കണ്ടാൽ മനസ്സു മാറിയിടും. മനസ്സിനുള്ളിൽ തമസ്സു തിങ്ങി മനസ്സ് മൂടുമ്പോൾ മനസ്സിലാക്കാൻ മനസ്സിനൊന്നും മനസ്സിലായില്ല. മനസ്സിനെന്തെങ്കിലും മനസ്സിലായി എന്ന് തോന്നിയാൽ മനസ്സ് താനെ വിളിച്ചു ചൊല്ലും മനസ്സിലായില്ല. മൊത്തത്തിൽ ഒരു മനസ്സിലായില്ല. ഒരു 2-3 മണിക്കൂർ വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കാരണം മനസ്സ് മായയാണ്. എന്നാൽ ഇത് ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കും. മനസ്സിലായില്ലേ? ഇല്ല എങ്കിലും ഉണ്ടെന്ന് തോന്നിപ്പിച്ച് നമ്മളെ എല്ലാ കാര്യത്തിലും വലിച്ചരച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് മനസ്സ്. ഇനി പഞ്ചക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? പ്രമാണം, വിപര്യായം, വികല്പം, നിദ്ര, സ്മൃതി. ഈ 5 ജോലികളാണ് മനസ്സ് ചെയ്യുന്നത്. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷത്തിലുള്ളത്. ഇപ്പൊ മുമ്പിൽ ഒരു വസ്തു കണ്ടു, ഇതാ ഒരു ബോക്സ് ഇരിക്കുന്ന ആ കണ്ട ബോക്സ്, ഇത് മനസ്സാണ് ഉറപ്പിക്കുന്നത്. ഇത് വിളക്ക്, ഇത് മൈക്ക്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളിവിടെ നോക്കുമ്പോൾ വിഗ്രഹം കണ്ടു, നിലവിളക്ക് കണ്ടു, ഇവിടെ പറയും, ഇതൊക്കെ പ്രത്യക്ഷമാണ്. പ്രമാണം എന്ന് വെച്ചാൽ പ്രത്യക്ഷ തെളിവോടുകൂടി ബോധ്യപ്പെട്ടു. ഇനി രണ്ടാമത്തത് വിപര്യായമാണ്. വിപര്യായം എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ള ഒന്നിനെ മറ്റൊന്നാക്കി തോന്നിപ്പിക്കും. മനസ്സിലായി? അപ്പൊ നമ്മൾ ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പോയി, രാത്രിയാണ് വരുന്നത്. അയലത്തെ വീട്ടുകാരൻ അവിടെ നിന്ന് തെങ്ങിന്റെ പകുതി വെച്ച് അല്ലെങ്കിൽ കുറച്ച് കുറ്റി നിർത്തിയിട്ട് മുറിച്ചോണ്ട് പോയി. നമ്മൾ ഈ മുറിച്ച കാര്യമൊന്നും അറിയില്ല. നമ്മൾ വീട്ടിൽ വന്നിട്ട് രാത്രി എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങിയപ്പോൾ തെങ്ങിന്റെ കുറ്റിയുടെ പകുതി അവിടെ ഇരിക്കുന്നു. നമുക്ക് തോന്നുന്നു, എടാ ഇതാരടാ അവിടെ ഇരിക്കുന്നത്, ആരാടാന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അയ്യോ കുറിച്ചോണ്ട് ഓടി കയറില്ലേ? ഉള്ള ഒന്നിനെ മറ്റൊന്നായി ധരിക്കാറില്ലേ? നമ്മൾ തന്നെ കൊണ്ടുവച്ച് വെള്ളം ഒഴിച്ച് വളർത്തിയ വാഴ അതിൻ്റെ ഒരു കൈ ഒടിഞ്ഞ് കിടക്കുക. രാത്രി എന്തെങ്കിലും ആവശ്യത്തിന് വെളിയിലോട്ടിറങ്ങി കാറ്റ് നിറഞ്ഞപ്പോൾ വാഴ കൈ ഒന്ന് ഇറങ്ങി അവിടെ കള്ളിയേക്കാട്ട് നീരി നിന്ന് വിളിക്കുന്നതായിട്ട് തോന്നിയെന്ന് വരുത്തില്ല ചിലപ്പോൾ. മനസ്സിലായി? തോന്നാറില്ല. ചിലപ്പോൾ നമ്മൾ ഉള്ളതിനെ മറ്റൊന്നായി തോന്നും. ഇനി അതും വേണ്ട, നിങ്ങൾ ഇപ്പോൾ യജ്ഞത്തിന് ഇങ്ങോട്ട് വന്ന സമയത്താണ് ഒരു ഈർക്കിലൊന്ന് ഒടിച്ചിട്ട് ചിലർ ഈ പല്ലിലൊക്കെ കുത്തുന്ന സോണ്ടല്ല ഒന്ന് കുത്താൻ കൊള്ളാൻ നമുക്കൊരു ഓലക്കാലി ഇങ്ങനെ ഒടിച്ച് ഒരു ഈർക്കിലിരിഞ്ഞ് പല്ലിലൊക്കെ ഇന്ന് 2 കുത്തൊക്കെ കുത്തിയിട്ട് നിങ്ങൾ ആ ഓലയുടെ തണ്ടെടുത്ത് എന്ത് ചെയ്തു? വഴിയിൽ ഇങ്ങനെ ഇട്ടിട്ട് വെറുതെ അവിടെ കളഞ്ഞിഞ്ഞ് പോരുന്നു. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ കറണ്ട് ഇല്ലാന്ന് നോക്കുക. കറണ്ട് കാണും കേട്ടോ, പേടിക്കില്ല. കറണ്ട് ഇല്ല എന്ന് വെക്കുക. നിങ്ങളുടെ കാലി എറിഞ്ഞ് ഓലക്കാലൊന്ന് തട്ടി. ഈ തട്ടിയപ്പോൾ ഓലക്കാലൊന്ന് പൊളഞ്ഞു. ഈ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇരുട്ടത്ത് നിങ്ങളെ ഈ കാല് തട്ടിയപ്പോൾ ഓലക്കാലൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തിനെ കാണും? ഭാവിനെ കാണും. ഒരു സംശയം വേണ്ട.
കാരണം നിങ്ങളുടെ മനസ്സിലെ അബോധ മനസ്സ് അവിടെ മറ്റൊരു ചിത്രീകരണം നടത്തും. ഇങ്ങോട്ട് വന്നപ്പോൾ നടന്നു പോലും വരാൻ വയ്യ, എന്നാലും ഒന്ന് പൊയ്ക്കളയെന്ന് പറഞ്ഞ് വന്നവര് അല്ലേ റോക്കറ്റ് വിടുന്ന വേഗത്തിൽ മതിലും ചാടി ഓടി. എന്ത് തന്നെ കണ്ടപ്പോ? പാമ്പിനെ കണ്ടപ്പോ. അന്നേരമാണ് വെള്ളം കേട്ടുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർ ടോർച്ചുമായിട്ട് വന്ന് നോക്കിയിട്ട് പറയും, ഇത് ഓലക്കാലല്ലേ, നമ്മൾ തന്നെ എടുത്തിട്ടതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസമാകും. അപ്പോൾ ഉള്ള ഒന്നിനെ മറ്റൊന്നായി തോന്നിപ്പിക്കുന്ന മനസ്സിന്റെ ജോലിയാണ് വിപര്യായം എന്ന് പറയുന്നത്. ഇനി വികല്പം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതൊന്നും ഉണ്ടെന്നങ്ങ് തോന്നിപ്പിക്കും ചിലപ്പോൾ. നമ്മൾ ചിലപ്പോൾ ചിലർ കണ്ടില്ലേ, ചിലപ്പോൾ ചില മുറിയിലോട്ട് കയറി നമ്മളായിരിക്കും, എടാ ആരെങ്കിലും വേറെ ഉണ്ടോ അറിയാതെ നമ്മൾ തിരിഞ്ഞു നോക്കും. ചിലപ്പോൾ നടന്നു പോകുമ്പോൾ ചിലരില്ലേ നോക്കാറില്ലേ, ഇല്ലാത്തത് ചിലപ്പോ ഉണ്ടെന്ന്. ഈ തോന്നൽ കൂടുന്ന സമയത്താണ് ചിലർ പ്രേതത്തെ കാണുന്നതൊക്കെ. ഈ വികല്പാവസ്ഥ തോല കൂടുമ്പോഴാണ് ഇന്നലെ മരിച്ചുപോയ ഗോപാലൻ ചേട്ടൻ ലാവിന്റെ മൂട്ടി വന്നത് എന്നെ മോളേന്ന് വിളിച്ചു, ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇല്ലാത്തതൊന്ന് ഉണ്ടെന്ന് തോന്നി. കാറ്റടിച്ചു, കാറ്റാണ് അടിച്ചതെന്ന് തിരിച്ചറിഞ്ഞില്ല, പകരം നമുക്ക് തോന്നി ആരാണ്ട് തോണ്ടി വിളിച്ചതാണെന്ന്. പോരെ ഈ തോന്നലിരിക്കുമ്പോഴായിരിക്കും മേളിൽ ഒരു വെള്ളക്ക നിലത്ത് വീണു. വെള്ളക്ക വീണപ്പോൾ നമുക്ക് ഏതാണ്ട് ഈ പ്രപഞ്ചത്തിലെ വലിയൊരു കോളം വീണതിൻ്റെ പേടി ഉള്ളി വരും. എന്താ? ഈ തോന്നലാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ പ്രേതത്തെ കണ്ടു, യക്ഷിയെ കണ്ടു, ഭൂതത്തെ കണ്ടു എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുന്ന ആരാ? മനസ്സുണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത് കണക്കുള്ള ഭാവം. പിന്നെ അത് കഴിഞ്ഞാലോ സ്മരണ, അത് മനസ്സിന്റെ ജോലിയാണ്. എത്രയോ വർഷം കഴിഞ്ഞത് വരെ നമ്മളെ പിന്നെ ഓർമ്മപ്പെടുത്തില്ലേ ഇല്ലേ? 10ാമത്തെ വയസ്സിലുണ്ടായ അനുഭവം വരെ ചിലപ്പോൾ 90ാമത്തെ വയസ്സിലിരുന്ന് ഓർക്കും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? അത് മനസ്സിന്റെ പ്രവൃത്തിയാണ്. പിന്നെയോ നിദ്ര, ഒന്നും അറിയാത്ത ഭാവത്തിൽ സുഖകരമായ ഉറക്കം. ഉറങ്ങുന്നത് യഥാർത്ഥത്തിൽ ആരാ? ശരീരമാണോ മനസ്സാണോ? മനസ്സാണ്. ഇന്ദ്രിയങ്ങളെ അടച്ച് മനസ്സ് കിടന്ന് മനസ്സിലേക്കാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനം ഇല്ല. അപ്പൊ ഈ 5 തരത്തിലാണ് മനസ്സ്. അതുകൊണ്ട് ഇവരെ മനസ്സിനെ ശുദ്ധീകരിച്ചുയർത്താൻ, ദേഹാഭിമാന ബോധത്തെ അകറ്റാൻ ആര് തീരുമാനിച്ചു? ഭഗവാൻ തീരുമാനിച്ചു. ഒരു പ്രധാന ലീലയായതുകൊണ്ട് എത്രയും വിശകലനം ചെയ്ത് തന്നെ പറയുന്നത്. അതിനുവേണ്ടി ഭഗവാൻ ഇവരെ മുഴുവൻ ഈ അറിവ് പഠിപ്പിക്കണമല്ലോ. ഗോപികമാരെ ഈ അറിവ് പഠിപ്പിക്കണം. അപ്പം ഭഗവാന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു പ്രതിസന്ധിയുണ്ട്. ഭഗവാൻ വളരെ പ്രായം കുറഞ്ഞ ആളാണ്, കുഞ്ഞു പ്രായമാണ്. ഗോപികമാരാകട്ടെ ഭഗവാനേക്കാൾ വളരെ വലിയ പ്രായം ഉള്ളവരും യശോദര പ്രായമുള്ളവരുണ്ട്, കുറച്ച് കൊച്ചു പ്രായമുള്ളവരും എല്ലാവരും ഉണ്ട്. ഗോകുലത്തിലെ സർവ്വ സ്ത്രീകളും ഗോപികമാരാണ്. മനസ്സിലായില്ലേ? ഗോകുലത്തില് 75 വയസ്സ് തൊട്ട് വേണമെങ്കിൽ ഉള്ളത് വരെ ഭഗവാന്റെ ഗോപികമാരാണ്. അപ്പം ഇവരോട് എന്ന് ഭഗവാൻ പറയുക കാര്യമായിട്ട്, നിങ്ങളെല്ലാവരും ഒന്ന് ഇരുന്നേ, ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് കുറച്ച് അറിവ് പഠിപ്പിക്കാൻ പോവാം എന്ന് പറഞ്ഞാൽ ഗോപികമാർ ഇതിനെ വലിയ ഗൗരവത്തിൽ കയറാം. ഗോപികമാർ അന്നേരം പറയും, കോടയർക്ക വന്നിരിക്കുന്ന എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കും, പിന്നെ വലിയ ആള് വന്നിരിക്കുന്നു. ആ ഒരു ഭാവത്തിലെ ആര് കാണും? ഗോപികമാര്. കാരണം അവര് ഭഗവാനെ ഈശ്വരൻ എന്ന അർത്ഥത്തിലല്ല, അവര് തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാള്, സ്നേഹമുള്ള ഒരാള്. അപ്പം തീർച്ചയായിട്ടും തിരിച്ചു പറയാം. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടി പറയാ, അമ്മ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോ കേൾക്കാൻ സമയമില്ല, നീ പോയേ, പിന്നെ വലിയ കാര്യം പറയാൻ വന്നിരിക്കുക വലിയ ആള് പറയാറില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ആ കുട്ടി നല്ലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, പക്ഷെ കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവില്ല. അപ്പൊ ഇത്രയും സ്ത്രീകളുടെ ഇടയിൽ ഭഗവാൻ ഇത് പറയാൻ വേണ്ടി വിളിച്ചിരുന്നത് 10 പേരെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അവിടെ പറച്ചില് നടക്കുമോ? നടക്കില്ല. അപ്പൊ എല്ലാവരെയും നല്ല ഒരു വിദ്യാർത്ഥികളാക്കി വളരെ കൃത്യമായി ഭഗവാൻ പറയുന്നത് പൂർണ്ണമായും ഗ്രഹിക്കുന്ന ശ്രദ്ധയുള്ളവരാക്കി മാറ്റണം. മനസ്സിലായില്ലേ? ഒരാള് ഒരു കാരണത സ്കൂളിൽ പോകുന്ന ഒരു ക്ലാസ്സിൽ 5 കുട്ടികൾ ജയിച്ചാൽ തന്നെ ടീച്ചർക്ക് അഭിമാനമാണ്, നല്ല മാർക്ക് മേടിച്ചാൽ. ബാക്കി 2 പേര് തോറ്റാൽ അത് ആരും ചർച്ച ചെയ്യത്തില്ല. ബാക്കി എല്ലാവരും ജയിച്ചു എന്ന് പറയും. ടീച്ചർ മോശമാണെന്ന് പറയുമോ? നമ്മളെന്താ പറയുന്നത്? ആ കുട്ടികൾ പഠിക്കാൻ കൊള്ളില്ലാത്തോട്ട് തോറ്റുപോയെന്ന് പറയും. ഇവിടെ ഭഗവാൻ ടീച്ചറായി മാറുമ്പോൾ അവിടെ ഒരാൾ പോലും പരാജയപ്പെടരുതെന്നല്ല, എല്ലാവരും ഒരുപോലെ തന്നെ പാസ്സാവണം. വേണ്ടേ? അവിടെ ഏതെങ്കിലും ഒരു ഗോപിക അറിവ് നേടിയില്ല എന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടതിന്റെ അർത്ഥം എന്താ? ആ ഗോപികയെ ഉയർത്താൻ ഭഗവാൻ അശക്തനാണ് എന്നൊരു അർത്ഥം വരും. അതുകൊണ്ട് എല്ലാവർക്കും പൂർണ്ണ ശ്രദ്ധയുണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും മിടുക്കന്മാരാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ വിദ്യാർത്ഥികളും മിടുക്കന്മാരാകും എപ്പോഴും അപൂർണ ശ്രദ്ധയുണ്ടെങ്കിൽ. എല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്ന കണക്ക് ഒരു പഠന ക്ലാസ് ഒരുക്കണമെന്ന് ആര് തീരുമാനിച്ചു? ഭഗവാൻ തീരുമാനിച്ചു. ഒരു പഠന ക്ലാസിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താ? അച്ചടക്കം വേണം. പിന്നെയോ അതിനേക്കാളും അച്ചടക്കം വേണം. അതിനോടൊപ്പം തന്നെ
ഈ പഠിക്കുന്ന മുഴുവൻ ആൾക്കാരും പഠിപ്പിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണം, അല്ലേ? അതില്ലെങ്കിൽ എത്ര നല്ല അധ്യാപകം പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം, മറ്റൊന്നിലേക്ക് അവരുടെ മനസ്സ് പോകരുത്. അതേ രീതിയിൽ ഇവരെ ഇരുത്തണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഭഗവാൻ ഒരു ക്ലാസ് റൂം ഒരുക്കാൻ തീരുമാനിച്ചു. ഒരു ക്ലാസ് റൂം തയ്യാറാക്കാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ തീരുമാനമെടുത്തപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ഇവര് കാർത്യായനി ദേവിയെ പൂജിച്ചിട്ട് ആ വ്രതം തീർന്നതിന്റെ സന്തോഷത്തോടുകൂടി 1 മാസക്കാലത്തെ വ്രതമാണ്. അത് കഴിഞ്ഞതിന്റെ പാരണയൊക്കെ വീട്ടിൽ കൊണ്ട് ഇവര് നദിയിൽ കുളിക്കാൻ വേണ്ടി പോയി. എല്ലാവരും അവരുടെ മുഴുവൻ വസ്ത്രങ്ങളും അഴിച്ചു വെച്ച് പരിപൂർണ്ണ നഗ്നരായി നദിയിൽ ഇറങ്ങി കുളിക്കാൻ തുടങ്ങി. കാരണം എല്ലാവരും ഒരേ ഭാവത്തിലുള്ളവരാണ്, എല്ലാവരും സ്ത്രീജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റാരെങ്കിലും ലിംഗഭാവത്തിൽ വരുന്നുണ്ടെങ്കിലാണ് അവിടെ നഗ്നതാബോധം അവർ വേട്ടയാടുന്നത്. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും സ്നാനത്തിന് വേണ്ടി ഇറങ്ങി. അനവധി സമയം വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിച്ചും കളിച്ചും ഉല്ലസിച്ചും ഒക്കെ അവർ ആ നദിയിൽ ഇങ്ങനെ നീന്തി തുടിച്ചു. ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ സമയം ഏറെയായി, വീട്ടിൽ പോകേണ്ട സമയമായി. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹത്തോടു കൂടി ഇവർ കരയിലേക്ക് കയറാൻ തയ്യാറായി. കരയിലേക്ക് കയറാൻ തയ്യാറായപ്പോഴാണ് ആദ്യം കയറിയ ഗോപിക അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് വെള്ളത്തോട് എടുത്ത് ചാടി ചാടി. അപ്പൊ അവര് ചോദിച്ചു, ബാക്കി ചോദിച്ചു, എന്ത് പറ്റി? നമ്മുടെ തുണി കാണുന്നില്ല. ഇതിനേക്കാൾ വലിയൊരു ഷോക്ക് പറയുകയാണ്. നമ്മളാരെങ്കിലും കുളിക്കാൻ പോയപ്പോൾ തുണി അയച്ചത് കയ്യിലാണെങ്കിൽ ഒരു തുണി പോലും ഇല്ല. കുളി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ തുണി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ചെറിയ ഷോക്കായിരിക്കും, തകർന്നു പോകും. വലിയ ഷോക്കായി മാറി. വീട്ടിനടുത്തുള്ള കുളിമുറിയിലെന്നാണെങ്കിൽ ഓടിയെങ്കിലും വരയ്ക്കകത്ത് കയറാൻ നോക്കാം. ഇതോ വളരെ ദൂരത്തുള്ള ഒരു നദിയിലാണ് കുളിക്കാൻ പോയിരിക്കുന്നത്. നമ്മൾ ആ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ നദിയിൽ നിന്ന് ഇവര് ഒരു തരത്തിൽ പോലും ഇവർക്ക് വീട്ടിലെത്താൻ പറ്റില്ല. അഥവാ വീട്ടിലേക്ക് കയറി വരണമെങ്കിൽ റോഡിലൂടെ നഗ്നരായി നടന്നു വരേണ്ട അവസ്ഥ വരും. അതൊരിക്കലും മനസ്സുകൊണ്ട് ഒരാൾ തയ്യാറാവില്ല. 1-2 പേരല്ല, 100 കണക്കിന് ഗോപികമാരുണ്ട്. ഇത്രയും പേരും കൂടി കയറി റോഡിലൂടെ വന്നാൽ ഒരു വലിയ പ്രകടനമായി മാറും. നാടിന്റെ അവസ്ഥ എന്താവും? ഇത്രയും സ്ത്രീകളെ മോശക്കാരായി സമൂഹം മുദ്ര കുത്തും. ഒരിക്കലും മോശക്കാരാവാൻ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നതും ഇല്ല. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വല്ലാത്തൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ ഇവർ നോക്കി, ഇനി കാറ്റടിച്ചു വല്ലോ പറന്നുപോയോ? അവിടെ അത് നോക്കി, ഇല്ല, എങ്ങുമില്ല. ആകെ വിഷമിച്ചു. ഏതെങ്കിലും ഒരാളുടെ വസ്ത്രമെങ്കിലും കിട്ടിയാൽ ഒരു ആശ്വാസം. എന്താ കച്ചിത്തുരുമ്പ് കിട്ടിയണക്കാ അയാൾക്കെങ്കിലും വീട്ടിൽ പോയിട്ട് മറ്റുള്ള എല്ലാവരെയും വീട്ടിൽ പോയിട്ട് തുണി മേടിച്ചുകൊണ്ടൊന്ന് കൊടുത്ത് കയ്യിൽ കൊണ്ടുപോകാം. ഒരാളോ പോലും ഇല്ല. ഇനി ഏതെങ്കിലും ഒരാൾ മാത്രമാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നതിന് കുഴപ്പമില്ല. എന്താ കാര്യം? ആ വീട്ടിൽ നിന്നുള്ളവർ ആരെങ്കിലും തിരക്കി ഇവിടെ വരുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്നവർക്ക് വീട്ടിലുള്ള ആളാ വരുമ്പോൾ അത്ര വലിയ നാണക്കേടില്ല. എൻ്റെ തുണി എങ്ങനെയോ നഷ്ടപ്പെട്ടു, ഒരു തുണി എടുത്തുകൊണ്ട് വരാമെന്ന് അവർ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് കൊടുക്കും. ഇത് ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ തിരക്കി വന്നാൽ തന്നെ 1000 പേര് ഇവിടെ വരും കാഴ്ചക്കാരായിട്ട്. മനസ്സിലായില്ലേ? ആ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ ഈ ഗോപികമാർ ചുറ്റും ഇങ്ങനെ വല്ലാത്ത മാനസികാവസ്ഥയിലെത്തി. അവരിങ്ങനെ വിമിഷ്ടപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ പെട്ടെന്നൊരു ഗോപിക പറഞ്ഞു, ദേ കണ്ടില്ലേ, ആ മരത്തിന്റെ മണ്ടയില് നമ്മുടെ തുണി മുഴുവൻ ഇരിപ്പുണ്ട്. ഇതെങ്ങനെ വന്നു? അങ്ങനെയാണ് ഈ തുണിയുടെ മേളിൽ കൂടെ ഒരു മൈപ്പീലിയുടെ തുമ്പ് മേളിൽ ഇരുന്ന് അനങ്ങുന്നു. ഈ ഭഗവാന്റെ നേരിൽ കണ്ട ഗോപികമാർ പിടിക്കും. അവർ അന്നേരം വിളിച്ചു, ഭഗവാനെ, നിന്റെ കാൽപാദവും അടിയിലൂടെ കണ്ടു, നിന്റെ മൈപ്പീലിയും കണ്ടു, നീ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഇത് ശരിയായില്ല. ഇത്രയും കാല കുരുത്തക്കുകളൊക്കെ കാണിച്ചപ്പോൾ ഞങ്ങൾ ചെറിയ പരാതിയൊക്കെ പറഞ്ഞോളൂ. പക്ഷേ എല്ലാ അതിരും വിട്ടുള്ള കുരുത്തക്കരല്ലേ ഇത്? ആണോ അല്ലയോ? ആണോ അല്ലയോ? ആണെന്ന് പറയാൻ പേടി. ഇനി അങ്ങനെ പറഞ്ഞാൽ ഭഗവാൻ കോപിക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ ഭഗവാനെ പേടിക്കാതെ. ഭഗവാന്റെ പ്രായം പക്ഷേ കൊച്ചു പ്രായമാണ്. അപ്പൊ നിങ്ങൾ പറയും ഒരു കൊച്ചു കുഞ്ഞല്ലേ എന്ന് പറയും. നിങ്ങൾ അയലത്തെ വീട്ടിലെ കൊച്ചു കുഞ്ഞിനാണ് നിങ്ങളോട് കാണിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഭഗവാന്റെ പ്രായം ആ സമയത്ത് ഒരു 6 വയസ്സ് പ്രായമുള്ളൂ, 6-7 വയസ്സിനടുത്ത് പ്രായമുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലാണ് നിങ്ങൾ അയലത്തെ വീട്ടിലൊരു കുട്ടി ഇത് കാണിച്ചാൽ, നിങ്ങൾ കുളിക്കാൻ പോയാൽ നിങ്ങളെ തുണി എടുത്തുകൊണ്ട് മാറ്റി വെച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? അയ്യോ അവൻ കുഞ്ഞല്ലേ, കുഴപ്പമില്ലെന്ന് പറയുമോ? നിങ്ങൾ അവൻ്റെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞായിരുന്നപ്പോൾ ഇവന് ഇത്രയും കുഴപ്പം, നാളെ ഇവൻ വളർന്നു വന്നാലുണ്ടല്ലേ, ഇങ്ങനെ ആയിരിക്കത്തില്ലേ പറയുന്നത്? ആണോ അല്ലയോ? അങ്ങനെ പറയുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ പോലും ഇങ്ങനെ ഒരു തെറ്റായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ലോകത്തിന് മുമ്പിൽ ഇതൊരു തെറ്റാണ് അല്ലേ? ഇങ്ങനെ കാട്ടി. അപ്പൊ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, കൃഷ്ണ ആ തുണി ഇങ്ങത്താ. കൃഷ്ണൻ പറഞ്ഞു, തരത്തില്ല, മര്യാദയ്ക്ക് തന്നോണം. ഓ, ഇനി നിങ്ങൾ മര്യാദ പഠിപ്പില്ല തന്നെ.
എന്നിട്ട് തരാം, എനിക്ക് മര്യാദ ഇച്ചിരി കുറവാണ്. ഞങ്ങളങ്ങോട്ട് കയറി വന്ന് നല്ല തല്ല് കിട്ടും. എന്നാൽ കയറി വന്ന് തല്ലിയിട്ട് വേടിയില്ല. കാര്യം എന്താ? കയറണമെങ്കിൽ തന്നെ തുണിയില്ലാതെ കരയെ കയറത്തില്ലല്ലോ. നീ കരയെ കയറിയ ഒരു മരത്തിന്റെ മണ്ട വരെ കയറണമെങ്കിൽ തുണിയില്ലാതെ കയറുള്ളൂ. ഗോപികമാർക്ക് മനസ്സിലായി സാധാരണ നമ്പരൊന്നുകൂടെ അങ്ങോട്ട് ഏസുന്നില്ല. ഗോപികമാർ പറഞ്ഞു, പറഞ്ഞത് കേട്ടോണം. പണ്ടേ എൻ്റെ പേര് ദോഷം പറഞ്ഞത് കേൾക്കാത്തവനെന്നാണ്, ഇനി അത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നതും ഇല്ല. അപ്പോഴത്തേക്ക് ഗോപികമാർ അടുത്ത നമ്പർ എടുത്തു. എന്താ? വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു കൊടുക്കും. നന്ദഗോപരോട് പറഞ്ഞു, ഇത്രയും നാൾ ചെറിയ കുറ്റമായതുകൊണ്ട് നീ വെണ്ണ എടുത്തു എന്നുള്ളതൊക്കെ ഞങ്ങൾ ആരോടാ പറഞ്ഞേ? അമ്മയോടാ പറഞ്ഞത്. കുറ്റം വലുതാവുമ്പോഴാണ് ആരോട് പറയുന്നത്? അല്ലേ? നമ്മളൊക്കെ വീട്ടിൽ അങ്ങനെയല്ലേ? നമ്മളെ വീട്ടിൽ ചെറിയ കുറ്റം മകൻ ചെയ്തു നോക്കാം, അമ്മ കണ്ടു വഴക്ക് പറഞ്ഞു, അമ്മ കണ്ടു ശിക്ഷ കൊടുത്തു. അമ്മയെ കൊണ്ടും പറ്റില്ല എന്ന് വരുന്നത് വരെ അമ്മ ഒളിച്ചു കൊടുക്കും. അച്ഛനെ പോലും അറിയിക്കത്തില്ല. കാര്യം എന്താ? അച്ഛൻ വന്ന അച്ഛൻ ഈ പരുക്കം കൈകൊണ്ട് മകനെ അടിക്കുമെന്നൊക്കെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലെ അമ്മമാർ വരെ മറച്ചു വെക്കും. ശരിയല്ലേ? ഏറ്റവും അവസാനമാണ് ആരോട് പറയുന്നത്? അച്ഛനോട് പറഞ്ഞത്. കാര്യം എന്താ? അച്ഛൻ ശിക്ഷിക്കുമ്പോൾ ഇച്ചിരി കഠിനമായിട്ട് ശിക്ഷിക്കും. കാരണം എന്താ? ദുരഭിമാന ബോധം ആണുങ്ങൾക്ക് ഇച്ചിരി കൂടുതലാണ്. മനസ്സിലായില്ലേ? രണ്ടാമത് ദേഷ്യം ഇച്ചിരി കൂടുതൽ വരും. ശിക്ഷയ്ക്ക് ഇച്ചിരി കാണിക്കേണ്ടി. കാരണം സ്നേഹം എന്ന വികാരം അമ്മയെ പോലെ ആർക്കും ഉണ്ടാവില്ല, പ്രകടിപ്പിക്കാൻ അച്ഛനറിയില്ല. ഉണ്ടാവും, സ്നേഹം ഇല്ലെന്നല്ല, സ്നേഹം ഉണ്ടാവും. പക്ഷെ അത് വേണ്ടും കണക്ക് പ്രകടിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല, അച്ഛന്മാർക്ക് സാധിക്കാറില്ല. അതാണ് അതൊരു പ്രത്യേകതയാണ്. ഈ എല്ലാവരും ഒരുപോലെയല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ അച്ഛനോട് എന്ന് പറഞ്ഞു കൊടുക്കും. കൃഷ്ണൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയി ഇനി അച്ഛനോട് പറഞ്ഞിട്ട് വന്നിട്ട് തുണി തരാം. അല്ല, അച്ഛനോട് പറയൂന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ തുണി തരുന്നില്ല. കാര്യം എന്താ? ഞാൻ പേടിച്ചൂരിയല്ല, ഞാൻ ഭീരുവല്ല. അങ്ങനെ പറഞ്ഞാൽ അടി കിട്ടും. അത് പേടിച്ച് തുണി തരാനാണെങ്കിൽ ഞാൻ ഭീരുവല്ല. നിങ്ങൾ അച്ഛനോട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് തുണി തരാന്ന് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അച്ഛനോട് ചെന്ന് പറഞ്ഞാൽ ശിക്ഷ നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത്, എനിക്കല്ല. അപ്പൊ ഗോപികമാർ ചതെന്താ? തെറ്റ് ചെയ്തത് നീയല്ലേ? അല്ല, നിങ്ങളാണ് തെറ്റ് ചെയ്തത്. ഗോപികമാർക്ക് അത്ഭുതമായി. ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങൾ കുളിക്കാൻ പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ? കൃഷ്ണൻ പറഞ്ഞു, അതെ. എന്താ കാര്യം? പൊതുസ്ഥലത്ത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പൂർണ്ണനഗ്നരായി സ്നാനം ചെയ്യാൻ പാടില്ല. ശരിയല്ലേ? ഇന്നത്തെ കാലത്താണെങ്കിൽ അത് ശരിയല്ലേ? നമ്മൾ കുളിമുറിയിൽ നിന്ന് കുളിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പൊതുസ്ഥലത്ത് പോയി കുളിക്കാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. പൊതുസ്ഥലത്ത് അത് പൊതുവായ സാമൂഹിക തലത്തിൽ പോലും അത്തരം കാര്യങ്ങൾ ദോഷം ചെയ്യും. ഇനിയോ പ്രത്യേകിച്ച് ജലാശയമാണ്. ജലാശയത്തിന് പവിത്രതയുണ്ട്. പ്രഭാത സമയത്ത് ജലാശയങ്ങളിലെ ദേവന്മാരും രാത്രി കാലങ്ങളിൽ പിതൃക്കളും വസിക്കുന്ന സ്ഥലമാണ് ജലാശയങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിലെ ആറാട്ട് പൂജകളൊക്കെ ജലാശയത്തിൽ പോയി ചെയ്യും. നമ്മൾ പിതൃക്കൾക്ക് ശ്രാദ്ധം ചെയ്യുന്ന എവിടെയാ? ജലാശയത്തിലാണ്, അല്ലേ? കടലിന്റെ തീരത്തോ നദീതീരത്തോ പുഴയിലോ കുളത്തിലോ ഒക്കെയാണ് ചെയ്യുന്നത്. എന്താ കാര്യം? പിതൃക്കളുടെ സാന്നിധ്യം. രാത്രി കാലങ്ങളിൽ പിതൃക്കളും പ്രഭാത സമയത്ത് ദേവന്മാരും വസിക്കുന്ന പുണ്യ സ്ഥലമാണ് ജലാശയങ്ങൾ. അതുകൊണ്ടാണ് ജലാശയങ്ങളെ മലിനമാക്കരുത് ഒരിക്കലും. മനസ്സിലായില്ലേ? കാരണം ജീവന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ജലം. ആ ജലം ഒരിക്കലും അശുദ്ധമാക്കരുത്, മലിനമാക്കരുത്, പാഴാക്കരുത്. മനസ്സിലായോ? ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ജലാശയത്തെ നിങ്ങൾ എന്ത് ചെയ്തു? നഗ്നരായി ഇറങ്ങിയതോടുകൂടി മലിനപ്പെടുത്തി. മനസ്സിലായില്ലേ? അതുകൊണ്ട് അച്ഛനോട് എന്ന് പറഞ്ഞാൽ അച്ഛൻ രാജാവാണ്. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം. അച്ഛൻ ചോദിക്കും, നിങ്ങൾ എന്തിനങ്ങനെ ഇറങ്ങി? അപ്പൊ എന്നോട് ചോദിക്കും, നീ എന്തിനാണ് തുണിയെടുത്തത്? അച്ഛാ, ഇവരെ കയ്യോടെ പിടിച്ച് അച്ഛൻ്റെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ തുണിയെടുത്തത്. ഇല്ലെങ്കിൽ ഞാനിവിടെ വരും, ഇവര് പണ്ടേ പറയും ഞാൻ കള്ളനാകളെന്ന്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ കുടിച്ചിട്ടില്ല എന്ന് ഇവരെല്ലാവരും ഒരുമിച്ച് പറയുമ്പോൾ അച്ഛനും ചിലപ്പോൾ വിചാരിക്കും ഇവർ പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. കാരണം ഇവർ പണ്ട് തൊട്ടേ എന്നെ വെണ്ണ എടുത്ത് കള്ളനാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഈ ഗോപികമാര്. ഇവരാളത്ര ശരിയല്ല. അതുകൊണ്ട് കയ്യോടെ പിടിച്ചപ്പോൾ തെളിവ് വേണമല്ലോ. അതുകൊണ്ടാണ് ഇവരെ തുണി ഞാൻ എടുത്തോണ്ട് വന്നതെന്ന് പറയും. അപ്പോൾ അച്ഛൻ എന്നെ ശിക്ഷിക്കില്ല, പകരം ആരെ ശിക്ഷിക്കും? നിങ്ങളെ ശിക്ഷിക്കും. ഗോപികമാർ പെട്ടു. ഗോപികമാരുടെ ടൂൺ വീണ്ടും മാറ്റി. ഗോപികമാർ എന്ത് പറഞ്ഞു? കൃഷ്ണ, ഞങ്ങൾ നിനക്ക് ആവശ്യം പോലെ വെണ്ണ തരാം, പാല് തരാം, പഴം തരാം. കൃഷ്ണൻ പറഞ്ഞു, ഇന്ന് വരെ നിങ്ങൾ തന്നിട്ടൊന്നുമല്ലല്ലോ, ഞാൻ വേണ്ടതൊക്കെ എടുത്തോണ്ട് ഓടുകയും ചെയ്യുന്നത്. ഇനിയും അത് തന്നെ എനിക്കിഷ്ടം. മനസ്സിലായില്ലേ? തരുന്ന സാധനത്തിന് അത്ര സുഖം അങ്ങോട്ട് പോരാ. മനസ്സിലായില്ലേ? തരുന്ന സാധനത്തിനേക്കാൾ നല്ലത് സ്വന്തമായിട്ട് എടുക്കുന്ന സാധനത്തിനാണ് അല്പം കൂടി രുചി കൂടുന്നത്. കാരണം നമ്മൾ ആരെങ്കിലും വിളമ്പി തരുന്ന ചോറ് കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് കളയും. പക്ഷെ സ്വന്തമായി എടുക്കുന്നതാണ് നമ്മൾ കളയുമോ? ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ കളയാറുണ്ടോ? മനസ്സിലായില്ലേ? സ്വന്തമായി എടുക്കുന്നതിന് ഇഷ്ടപ്പെട്ടെടുക്കുന്നതാണ്. മറ്റേതങ്ങനെയല്ല, നമ്മളെ ഇഷ്ടം നോക്കാതെ മറ്റൊരാൾ തരുന്നതാണ്. ഇഷ്ടം
അപ്പം അയാൾ കാണി ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കാതിരിക്കും. അതാണ് ഭഗവാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എടുക്കുന്നതാണ് എൻ്റെ പൊതുവായ ശീലം, അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനകത്തും പെട്ടില്ല. അപ്പോഴത്തേക്ക് ഗോപികമാർ കുറച്ചുകൂടി വികാരമായിട്ട് പറഞ്ഞു, നിനക്ക് ഞങ്ങൾ ഒരുപാട് ഉമ്മയൊക്കെ തരാം, അതുകൊണ്ട് എന്ത് തരണം, ആ വസ്ത്രം എനിക്ക് തരണം. ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ ഉമ്മയൊന്നും എനിക്ക് ആവശ്യമില്ല, കാരണം നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഓട്ടിച്ചിട്ട് പിടിച്ച് എൻ്റെ ഉമ്മ വെക്കുമ്പോൾ ഞാൻ മിണ്ടാതെ എന്നതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല, നിങ്ങൾക്കൊരു വിഷമം വരണ്ട എന്നുള്ളത് കൊണ്ടാണ്. ആകെ ഈ ഉമ്മ കൊണ്ട് സഹിച്ച് നടക്കുക ഞാനിപ്പോൾ. കാര്യം എന്താ, ആരെങ്കിലും ഒരാളോ രണ്ടുപേരും കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നാട്ടിൽ കാണുന്നവരെല്ലാം എനിക്ക് എപ്പോഴും ഉമ്മ കൊടുത്താൽ അതിന് ഞാൻ വില വല്ലതാണ്, അതുകൊണ്ട് അതൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ നോക്കിയപ്പോൾ ഇനി ഭഗവാന് ഒരു തരത്തിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതെ ഗോപിമാർ ചോദിച്ചു, ഇനി ഞങ്ങൾ പറഞ്ഞതൊന്നും നീ കേൾക്കുന്നില്ലല്ലോ, എന്നാൽ ഇനി നീ പറ, ഞങ്ങൾ കേൾക്കാം, ഞങ്ങൾ എന്ത് വേണം, എന്തായാലും ഞങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് മുക്തരാവണം, വേണ്ടേ? ഈ അവസ്ഥയിൽ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ പറ്റുമോ? കാര്യം കുറേ സമയം കൂടെ കഴിഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരൊക്കെ തിരക്കി വരും. അപ്പം വീട്ടുകാരെ തിരക്കി എന്ത് പറ്റി, അത് കൗസല്യെ കണ്ടില്ല, തിരക്കി പോവാം, എന്നാൽ ഞങ്ങളും വരാം എന്ന് പറഞ്ഞാൽ 5 പേരും കൂടെ കൂടിയാൽ ഇവിടെ വന്ന് കാണുന്നത് എത്ര പേരായിരിക്കും? ഓരോ വീട്ടിലെ ഓരോരുത്തരും അവരവരോ കൂടെ 5 പേരും നാട്ടുകാർ മുഴുവൻ എവിടെ വരും? ഈ സ്ഥലത്ത് വരും. പിന്നെ കാഴ്ച വസ്തുവായി മാർക്കില്ലേ, അതുകൊണ്ട് തന്നെ രക്ഷപ്പെടണം. അപ്പൊ അവർ പറഞ്ഞു, എന്നാ പിന്നെ നീ പറ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമെന്ന് ഉറപ്പാണോ? തീർച്ചയായും കൃഷ്ണ നീ പറഞ്ഞു, കാരണം ഇതുവരെ ഗോപികമാർ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഗോപികമാർ പറഞ്ഞു, കൃഷ്ണ നീ എന്ത് പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും, അതേ കണക്ക് ചെയ്യും, ഉറപ്പാണ്. ശരി, ഞാൻ പറയുന്നതിന് വേണ്ടി ഞാൻ പറയുന്നത് അതേ കണക്ക് ചെയ്യും, ഞാൻ പറയുന്നത് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിനും ഒരുക്കമാണ്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ചോദ്യങ്ങൾ അങ്ങോട്ട് തുടങ്ങി. ഗോപികമാരൊക്കെ നിശബ്ദരായി. ഭഗവാൻ ഇനി എന്തു പറയുന്നോ അതിൽ ശ്രദ്ധ. ഒരു അധ്യാപകനിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത് പോലെ, മനസ്സിലായില്ലേ? ഭഗവാനിലായ ആരുടെ ശ്രദ്ധ? ഗോപികമാർ ആർക്കും വേറെ ചിന്തയില്ല. ഇപ്പം ഭഗവാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, രക്ഷപ്പെടുക. മനസ്സിലായോ? ഇതാണ്, കാരണം മരണത്തിനേക്കാളും വലുതല്ലേ ആ മാനം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇവരിങ്ങനെ ശ്രദ്ധയോടെ നിൽക്കുക. ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനു വന്നു? ഞങ്ങൾ കാർത്തികേയയുടെ പൂജ കഴിഞ്ഞ് വന്നതാണ്, അത് കഴിഞ്ഞ് സ്നാനത്തിന് വേണ്ടി വന്നതാണ്. ശരി, സന്തോഷം. ശരി, നിങ്ങളെല്ലാവരും ഇവിടെ വന്നു, നിങ്ങളെ എന്താണ് നിങ്ങൾ ഈ പൂജയിൽ എല്ലാവരും ഈ പൂജ എടുക്കാൻ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, എല്ലാവർക്കും കൂടി ഒരു ആഗ്രഹം. ഗോപിക പറഞ്ഞാൽ അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാഗ്രഹമാണ്, എല്ലാവർക്കും ഒരേ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ അല്ലേ? ഈ നാട്ടിലുള്ള എല്ലാവരും ഭഗവാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരേ ആഗ്രഹമായിരിക്കുമോ? ഓരോരുത്തരുടെ സ്വഭാവവും താല്പര്യവും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാവരും പറഞ്ഞ് ഒരേ ആഗ്രഹം. അപ്പോൾ അതെന്താ, അത് പറയില്ല, അത് പറ്റില്ല, പറഞ്ഞാലേ ഞാൻ മുന്നേറും. ശരി, ഞങ്ങൾക്ക് കണ്ണനെ ഭർത്താവായി ലഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. മനസ്സിലായില്ലേ? അവൻ ചോദിച്ചോ, അങ്ങനെ എന്നെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനു തയ്യാറാണ്? ഞങ്ങൾ എന്തിനു തയ്യാറാണ്? നിങ്ങൾ എന്ത് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഉപേക്ഷിക്കുമോ? എന്നെ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്ത് ഉപേക്ഷിക്കണമെന്ന് നിങ്ങൾ ഉപേക്ഷിക്കുമോ? ഈ ഭഗവാന്റെ ചോദ്യത്തിന് രണ്ടർത്ഥമുണ്ട്. നിങ്ങൾക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ട്, മനസ്സിലായില്ലേ? അവരെ ഉപേക്ഷിക്കാൻ പറഞ്ഞാലും നിങ്ങൾ തയ്യാറാവുമോ എന്ന ലൗകിക ഭാവത്തിൽ അർത്ഥം. രണ്ടാമതോ, ഈ ദേഹം എന്ന ശരീരബോധത്തെയും നിങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞാൽ ഉപേക്ഷിക്കുമോ എന്ന് രണ്ടാമത്തെ അർത്ഥം. ഈ ചോദ്യം ചോദിച്ചു ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ സത്യമായിട്ട് കൃഷ്ണ, നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ അത് ഉപേക്ഷിക്കും. നിന്നെ കിട്ടാൻ വേണ്ടി ഈ ശരീരം വേണോ, ഞങ്ങൾ ഇപ്പോൾ ഉപേക്ഷിക്കണോ, ഞങ്ങൾ മരിക്കണോ? നീ ഇന്ന് കിട്ടാൻ വേണ്ടി മരിക്കണമെന്ന് നീ പറഞ്ഞാൽ അഗ്നിയിൽ ചാടിയിട്ടാണെങ്കിലും ജലത്തിൽ ചാടിയിട്ടാണെങ്കിലും ഏത് തരത്തിൽ വിഷം പിടിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ ജീവനേക്കാൾ അവർക്ക് പ്രാധാന്യം ആരാണ്? മനസ്സിലായില്ലേ? ഗോപികമാരുടെ ഭക്തി ചെറുതാണോ? മനസ്സിലായില്ലേ? ആ രീതിയിൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. മക്കളും ഭർത്താവും കുടുംബവും ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഉപേക്ഷിക്കാൻ പറഞ്ഞാലും നിന്നെ കിട്ടുമോ? ഞങ്ങൾ എല്ലാം ഉപേക്ഷിക്കും. കാരണം എല്ലാത്തിനേക്കാളും വലുത് ഞങ്ങൾക്ക് ആരാണ്? നീയാണ്. ഭഗവാൻ പറഞ്ഞു, എനിക്ക് സന്തോഷം, നിങ്ങൾ ഇത്രയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയറി വന്നോണ്ട് ഞാൻ തുണി തരാമെന്ന് പറഞ്ഞു. ഗോപികമാർ ചോദിച്ചപ്പോൾ അതെങ്ങനെയാണ്? അല്ല, കയറി വന്നാലും തുണി തരില്ല, അങ്ങോട്ട് വന്ന് തുണി തരില്ല, നിങ്ങൾ കയറി വരണം എന്നാലും തെറ്റോളൂ എന്ന് പറഞ്ഞു. അപ്പം ഗോപികമാരിൽ ഒരുത്തി പറഞ്ഞു, ഇനി എന്തായാലും ഈ പരിവായി നാണം കിടമ്പോൾ എല്ലാവരും മുമ്പിൽ നാണം കിടണ്ട, കൈ കൊണ്ട് നഗ്നത മറിച്ച് ഒരു ഗോപിക കരയിലോട്ട് കയറി. ഭഗവാൻ പറഞ്ഞു, അത് പറ്റില്ല, 2 കൈയും തലയ്ക്ക് മേളിൽ പൊക്കി പിടിച്ചോണ്ട് കയറി വരണം. കാര്യം എന്താ? നദിയെ മലീമസമാക്കിയത് കൊണ്ട് നദിയോട് ക്ഷമാപണം നടത്തണം. സൂര്യനാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്, സൂര്യഭഗവാനോടും ക്ഷമാപണം നടത്തിക്കൊണ്ട് നമ്മൾ ക്ഷമാപണത്തിന് കൈ മൂളി വെക്കുമല്ലോ, അതുപോലെ തൊഴുത് പിടിച്ച് കയറി വരണം. ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ കടുത്ത പണിയാണ്, അത്ര ചെറിയ പണിയല്ല, ഈ ചെറിയ പ്രായത്തിൽ വലിയ പണിയായിരുന്നു, ഒരു പരിപാടിയായി പോയതാണ്. ഗോപികമാർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കുമെന്നാണ് നിങ്ങൾ എന്നോട് വാക്ക് പറഞ്ഞത്, വാക്ക് നിങ്ങൾ പാലിക്കണം. എന്നെ നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ വിവസ്ത്രരായി തന്നെ കരയേറി വരണം.
നിങ്ങൾ പറഞ്ഞല്ലോ എന്ത് ഉപേക്ഷിക്കുക, അപ്പം നിങ്ങൾ ഈ മാനാപമാനങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ഗോപികമാർ ചോദിച്ചു, ഭഗവാനെ അതെങ്ങനെയാ? നിങ്ങളെന്നല്ല, ആർക്ക് വേണമെങ്കിലും എന്നെ നേടണമെങ്കിൽ, ഏതൊരു ഭക്തനും എന്നെ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? അവര് വിവസ്ത്രരായി തന്നെ വരണം. ഇവിടെ വിവസ്ത്രം എന്ന് പറഞ്ഞാൽ, വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ആഭരണമല്ലേ വസ്ത്രം? ആഭരണമല്ല, ആവരണം അല്ലേ? നമ്മുടെ ശരീരത്തിനെ ആവരണം ചെയ്യാനല്ലേ നമ്മൾ വസ്ത്രം ഉപയോഗിക്കുന്നത് അല്ലേ? ആവരണം എന്ന് വെച്ചാൽ മറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ കർട്ടൻ, ഇതൊക്കെ ഈ യജ്ഞശാലയ്ക്ക് ആവരണമാണ് അല്ലേ? മറയ്ക്കാൻ ആവരണമായി ചുറ്റിയിരിക്കുന്നതാണ്. ആവരണത്തെ നീക്കം ചെയ്ത് വരണം, ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതിനാണ് ഈ വസ്ത്രത്തെ ഉദാഹരണമായി എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭഗവാനിലേക്ക് ഉയർന്നു ചേരേണ്ടത് എന്താ? ഇവരുടെ ആത്മാവല്ലേ അല്ലേ? ആ ആത്മാവിനെയാണ് ഞാൻ ഇവിടെ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ദേഹമാകുന്ന ആഭരണത്തെ ഉപേക്ഷിക്കണം. ദേഹം ഒരർത്ഥത്തിൽ ജീവന്റെ ആഭരണമാണ്. യഥാർത്ഥ ജീവനെ ഉള്ളിൽ നിലനിർത്തുന്നു എങ്കിലും പുറമെ പ്രകടിപ്പിക്കാതെ മറച്ചു പിടിക്കുന്നത് ഏതാ? ശരീരമാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ആ ജീവനെ യഥാർത്ഥത്തിൽ കാണുന്നുണ്ടോ? ഇല്ല. ശരീരബോധം മുമ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ അടുത്തിരിക്കുന്നവർ നമ്മളെ കാണുന്നു എന്ന് പറയുന്ന ശരീരത്തെയല്ലേ, അതോ ജീവനെയാണോ? ജീവനെയല്ല, ശരീരത്തെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പുറമേയുള്ള ആവരണത്തെ കാണുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ കർട്ടൻ കാണുന്ന കാലത്തോളം എനിക്ക് അതിന് അപ്പുറം ഉള്ളത് കാണാൻ പറ്റില്ല. പറ്റുമോ? അപ്പുറത്തൊരാൾ മണിക്കൂറുകളോളം വന്നിരുന്നാൽ പോലും എനിക്കറിയാൻ പറ്റില്ല. പറ്റുമോ? എന്താ കാരണം? ഇതൊരു ആവരണമാണ്. ഈ ആവരണം മാറ്റപ്പെട്ടാലോ അപ്പുറത്തുള്ളതിനെ കാണാം. ഇതുപോലെ യഥാർത്ഥത്തിൽ ആത്മബോധത്തെ അറിയാൻ പറ്റാത്ത കണക്കുള്ള ആവരണമാണ് ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരത്തിനെ ഉപേക്ഷിക്കേണ്ടതാകുന്നുണ്ട്. ഈ ശരീരം 5 ആവരണങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഇവിടെ എല്ലാവരും വിവസ്ത്രരായ ഭഗവാനെ കാണാമെന്ന് പറഞ്ഞത് കൊണ്ട് നാളെ ആരും ഭാഗ്യപരീക്ഷ നടത്തി കളയരുത്. മനസ്സിലായില്ലേ? യജ്ഞശാലയെന്ന് കേട്ടു വിവസ്ത്രരായി വരണം, എന്നാ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ ചിന്തിക്കരുത്. നാട്ടുകാർ നിങ്ങളെ പെരുമാറും. അതിനൊപ്പം ഞാനും ഇവിടെ ഓടി രക്ഷപ്പെട്ടു. അത് വേണ്ട. ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. ആന്തരികമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ദേഹാഭിമാന ബോധം എന്ന വസ്ത്രത്തെ നീക്കുക. 5 തരമാണ്. അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ. 5 ശരീരം ഉണ്ട്. ഈ 5 ശരീരത്തിൻ്റെ വ്യവസ്ഥയിലാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ പ്രദക്ഷിണ വഴി, ചുറ്റമ്പലം, അകത്ത പ്രദക്ഷിണ വഴി, അത് കഴിഞ്ഞാൽ ശ്രീകോവില്, അതിനകത്ത് ഭഗവാൻ. മനസ്സിലായി? 5. അതാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം പ്രദക്ഷിണ വഴി പ്രദക്ഷിണം ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ചുറ്റമ്പലത്ത് നമസ്കരിച്ച്, അത് കഴിഞ്ഞ് അകത്ത പ്രദക്ഷിണ വഴി വെലിക്കോട്ടം, അത് കഴിഞ്ഞ് അകത്തൊരു പ്രദക്ഷിണ വഴിയിട്ട് 4-മത്തത്, 5-മത്തത് ശ്രീകോവിലിൻ്റെ ഭിത്തി. അതാണ് ആനന്ദമയം. അന്നമയ കോശം, പ്രാണമയം, അതുപോലെ തന്നെ മനോമയം, അത് കഴിഞ്ഞാൽ വിജ്ഞാനമയം. നമ്മൾ അറിഞ്ഞ അറിവ് കൊണ്ടൊരു ശരീരമുണ്ട് നമുക്ക്. നമ്മൾ കുറേ അറിവ് നമുക്കുണ്ടല്ലോ, ആ അറിവിൻ്റെ ഒരു ശരീരം. അത് കഴിഞ്ഞാൽ ആനന്ദമയം. ഈ 5 ശരീരത്തെയും വെടിഞ്ഞ് തിരിച്ചറിഞ്ഞ് പഞ്ചകോശങ്ങളെ പാമ്പ് പടമൊഴിക്കുന്നത് പോലെ ഒഴിച്ചു മാറ്റുമ്പോഴാണ് ആത്മബോധം ഉണ്ടാകുന്നത്. അപ്പോൾ ശരീരബോധത്തെ ഉപേക്ഷിക്കാനാണ് ഭഗവാൻ, ഈ അറിവ് പകർന്നു കൊടുക്കാനാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ഈ വസ്ത്രാപകരണം എടുത്ത് ഇവരെ അച്ചടക്കമുള്ളവരാക്കി ഇരുത്തി ഭഗവാൻ പറയുന്നത് ശ്രദ്ധ കൊണ്ടുവന്നു. ഭഗവാൻ ഈ ബോധം പകർന്നു കൊടുത്തപ്പോൾ ഗോപികമാർക്ക് പിന്നെ കയറി വരാൻ ഒരു മടിയുണ്ടായില്ല. ഗോപികമാർ നേരെ കയറി വന്ന് ഭഗവാനെ നമസ്കരിച്ചു. നഗ്നതാബോധം അകന്നു. നഗ്നതാബോധം ആത്മാവിനാണോ ശരീരത്തിലാണോ? നഗ്നതാബോധം ആണെന്നോ പെണ്ണെന്നോ ഉള്ള ശരീരബോധം നിൽക്കുന്നത് ആത്മാവിനാണോ ശരീരത്തിലാണോ? ഏതിനാണ്? ശരീരത്തിനാണ്. മനസ്സിലായില്ലേ? ആത്യന്തികമായി നമ്മുടെ ജന്മം ആരംഭിക്കുമ്പോൾ പോലും ആണാണോ നമ്മൾ പെണ്ണാണോ എന്ന് ചെയ്ത് രണ്ടും ആണെന്ന് പറയാൻ പറ്റില്ല. രണ്ടാം കാര്യം, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മൾ രൂപപ്പെടുമ്പോൾ കാബിലയത്തിൽ കപിലൻ അമ്മയെ ഉപദേശിക്കുന്ന സമയത്ത് അത് വർണ്ണിച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ തന്നെ. ജന്മം എടുക്കുന്ന സമയത്ത് അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ശുക്ലം അമ്മയുടെ ശരീരത്തിലുള്ള അണ്ഡവുമായി ചേരുന്ന സമയത്ത് ഒരു ദീർഘാകൃതിയിലുള്ള ഒരു മാംസപിണ്ഡം പോലെ, ഒരു മുട്ടയുടെ രൂപം പോലെ കൂടിച്ചേർന്നു. ആ കൂടിച്ചേർന്ന് കിടക്കുന്ന മാംസപിണ്ഡം ഇങ്ങനെ വളർന്നു വളർന്നവരും അതിന് ലിംഗമില്ല. ഉണ്ടോ? ആണെന്നോ പെണ്ണെന്നുള്ള ഭാവമില്ല. എപ്പോഴാണ് ഈ കുഞ്ഞായിരുന്ന നമ്മൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആണായോ പെണ്ണായോ ലിംഗവ്യത്യാസത്തിലേക്ക് വരുന്നത്? എത്ര കാലം കഴിഞ്ഞാൽ? ഏറ്റവും കുറഞ്ഞത് 1.5 മാസം കഴിഞ്ഞ് 2.25 മാസത്തിനിടയിൽ വെച്ചിട്ടാണ് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ള ഭാവന. അതിന് മുമ്പ് യഥാർത്ഥത്തിൽ ജീവന്റെ തുടുപ്പ് മാത്രമേ ഉള്ളൂ. വെറും ഒരു മാംസകഷ്ണം. ആദ്യം ഉണ്ടാകുന്ന അവയവം ശിരസ്സാണ്, പിന്നെ കൈകാലുകൾ, പിന്നെയാണ് ലിംഗങ്ങളൊക്കെ രൂപപ്പെടുന്ന പോലും. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കിയാൽ ശരീരത്തിലാണ് ഈ പറയുന്ന നഗ്നതാബോധം ഉള്ളത്. അപ്പൊ ശരീരബോധം മറഞ്ഞത് കൊണ്ട് ഗോപികമാർക്ക് നഗ്നതാബോധം ഉണ്ടായില്ല. അവർ കരയേറി വന്നു, ഭഗവാൻ വസ്ത്രം കൊടുത്തു.
ഇവർക്ക് പരാതിയില്ല, ഒരു തല്ലോ പരിഭവം ഇല്ലാതെ കൃഷ്ണനോടൊപ്പം പാട്ടും പാടി ആടിക്കളിച്ച് രസിച്ച് ഗോപികമാർ മുഴുവൻ എവിടെ പോയി? വൃന്ദാവനത്തിലേക്ക് പോയി. ഈ ഗോപികാ വസ്ത്രാപഹരണം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതല്ലേ? ആണോ? നമ്മുടെ തുണി അടുത്ത വീട്ടിൽ ആരെങ്കിലും എടുത്തോണ്ട് പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഭഗവാന്റെ ജ്ഞാനത്തിൽ നമ്മൾ അറിയുമ്പോൾ, ഈ ഗോപികാ വസ്ത്രാപഹരണത്തിന്റെ കഥ അറിയുമ്പോൾ ശരീരബോധം എന്ന ജ്ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കാനാണ് ഈ കഥ. അപ്പൊ അത് മോശപ്പെട്ട കഥയാണ്. ആണോ? ഇനി